ഹാഷ്മി വിലാപയാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂർ പിന്നിടുമ്പോൾ തിരുവനന്തപുരം ജില്ല പിന്നിട്ടിട്ടില്ല. കേശവദാസപുരം കഴിഞ്ഞ് ഉള്ളൂർ, അതും കഴിഞ്ഞ് കഴക്കൂട്ടം, ആറ്റിങ്ങൽ, അങ്ങനെയാണ് കൊല്ലം അതിർത്തിയിലേക്ക്, കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഏതാണ് 5 പോയിന്റുകൾ ഇതിനോടകം പിന്നിട്ടിട്ടുണ്ട്. പാളയവും PMGയും പ്ലാമൂടും പട്ടവും കേശവദാസപുരവും. അത് കഴിഞ്ഞിനി ഉള്ളൂരിലേക്കാണ് അടുത്ത കേന്ദ്രം. ഉള്ളൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ വിലാപയാത്ര? അനുജ, 2.5 മണിക്കൂർ എടുക്കുന്നു. ഈ പട്ടം കഴിയാൻ തന്നെ 2.5 മണിക്കൂർ. സാധാരണഗതിയിൽ ഒരു 20 മിനിറ്റ് പോലും റോഡിൽ കൂടി റോഡ് സഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്ത് ഈ വിലാപയാത്ര 2.5 മണിക്കൂർ എടുക്കുന്നു ഉള്ളൂരിലേക്ക് എത്തിച്ചേരാൻ. ഇവിടെയൊക്കെ പ്രേക്ഷകർക്ക് കാണാം, ഇവിടെ 100 കണക്കിന് എന്താണ് ഒരു മനുഷ്യ മഹാസമുദ്രം കണക്കെ മനുഷ്യന്മാർ ഇങ്ങനെ നമ്മുടെ കണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഒരു കടൽ പോലെ ഇങ്ങനെ VS എഴുന്നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അനുജ. ഇവർക്കൊക്കെ ആദരവിന് അല്ലെങ്കിൽ ഒരു നോക്ക് കാണാനുള്ള അവസരം കൊടുത്തിട്ട് വേണം ഈ വാഹനം മുന്നോട്ടേക്ക് പോകാൻ. ഇവിടെ ഹൃദയം തകർന്നുള്ള മുദ്രാവാക്യം നമുക്ക് കേൾക്കാം. ധീരാവീര VSA പുന്നപ്പറയുടെ മുദ്രാവാക്യം നമുക്ക് ആര് പറഞ്ഞു മരിച്ചെന്ന് എന്ന മുദ്രാവാക്യമാണ് പ്രധാനമായും കേൾക്കുന്ന. അങ്ങനെ വൈകാരികമായ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ ആ വിലാപയാത്ര വാഹനം അങ്ങനെ വരികയാണ്. നോക്കൂ, ഇവിടെ പ്രേക്ഷകർ കാണാൻ കഴിയുമോ എന്നറിയില്ല. അങ്ങനെ 100 കണക്കിനായ മനുഷ്യർ അങ്ങനെ ഇരു സൈഡിൽ കേശവദാസ ജംഗ്ഷനിൽ റോഡ് ഏതാണ് കഴിയാത്ത രീതിയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ആളുകൾ. VS കാണാൻ വേണ്ടിയാണ് ഈ ആളുകൾ അത്രയും തടിച്ചുകൂടി ഇവിടെ നിൽക്കുന്നത്. VS ഉള്ള ആ വാഹനം ഈ വാഹനത്തിന്റെ പിന്നിലാണ്. അത് പതിയെ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ, വളരെ പതിയെ മാത്രമേ വരുന്നുള്ളൂ. ഓർത്തോക്കണം പറഞ്ഞ ഇവിടുന്ന് തിരുവനന്തപുരം ഈ പറഞ്ഞ പുന്നപ്പറ 181 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ തിരുവനന്തപുരത്ത് കേശവദാസത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായും ആലപ്പുഴയിലേക്ക് ഇറക്കുമ്പോൾ കുറച്ചുകൂടി VSന്റെ ശക്തിദുർഗങ്ങളിലേക്ക് വലിയ വൈകാരിക അടുപ്പമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ആവില്ല കാഴ്ച. ഇവിടെ കേശവദാസപുരത്ത് പൂഴി വാരിയിട്ടാൽ താഴെ ഒരു തുള്ളി പോലും വീഴാത്ത വണ്ണം അത്രയധികം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഈ ജംഗ്ഷന് പക്ഷേ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നുന്ന മട്ടിൽ അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു VSന് നോക്ക് കാണാൻ. അങ്ങനെ കേരളത്തിന്റെ സമര നേതാവ് തലസ്ഥാന നഗരി അങ്ങേയറ്റം വൈകാരികമായ യാത്രയപ്പ് നൽകുന്നു അനുജ. ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് VS പലയാവർത്തം വന്നിട്ടുണ്ട്. അതൊക്കെ ആവേശകരമായ വരവാണെങ്കിൽ ഈ പോക്ക് ഇത് അവസാനത്തെ യാത്രയാണ്. ഇനി തലസ്ഥാന നഗരിയിലേക്ക് മറിച്ചൊരു മടക്കം VSനില്ല. അതുകൊണ്ട് തന്നെ ആ വികാര വായ്പിൽ തലസ്ഥാന നഗരി VSന് വേണ്ടി അതിനുവേണ്ടി VSനെ ആ രീതിയിൽ തന്നെ യാത്ര അയക്കും. നോക്കൂ, ഇവിടെ ഇരു സൈഡിലും കേശവദാസപുരത്തിന്റെ ഇരു സൈഡിലുമായി 100 കണക്കിനാണോ ആയിരക്കണക്കിനാണെന്ന് പറയണമെന്ന് അറിയില്ല. ഇവിടെ കേശവദാസപുരം ജംഗ്ഷൻ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു പക്ഷേ പട്ടത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ ഓരോ ജംഗ്ഷൻ കഴിയുന്തോറും കൂടുതൽ ആളുകൾ ഓരോ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പട്ടത്തോ അതിനു മുമ്പുള്ള പോയിന്റുകളിലോ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ കേശവദാസപുരത്ത് അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു. ഈ ആളുകൾക്കൊക്കെ ഒരു നോക്ക് കാണാനും അല്ലെങ്കിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഈ വിലാപയാത്ര ഈ പറയുന്ന സമയത്തൊക്കെ പാലിക്കാൻ കഴിയുക എന്നറിയില്ല. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഈ മനുഷ്യന്മാർക്ക് ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളായി 2.5 മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്ന ഈ മനുഷ്യന്മാർക്ക് ഒരു നോക്ക് കാണാൻ അവസരം കൊടുക്കാതെ പോകാനും കഴിയില്ല. അതിനർത്ഥം വിലാപയാത്ര നമ്മൾ ഈ പറയുന്ന സമയക്കൃത്യത ഒന്നും പാലിക്കാൻ കഴിയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇവിടെ കുറേയധികം കുട്ടികളടക്കമുള്ളവർ ഇവിടെ നിൽക്കുകയാണ്. പേരെന്തോ VSനെ കാണാൻ നിൽക്കുകയാണോ? എങ്ങനെ അറിയാവുന്ന അറിയോ? VSനെ കാണാൻ നിൽക്കുകയാണോ? VSനെ കാണാൻ നിൽക്കുകയാണോ? അങ്ങനെ കുട്ടികളടക്കം പ്രായമുള്ളവരടക്കം വയോധികരടക്കം പ്രായഭേദമന്യേ 100 കണക്കിന് മനുഷ്യർ ഇതിന്റെ ഇരു സൈഡിൽ അങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഇവിടെ മാത്രം കാണുന്ന കാഴ്ചയല്ല ഇത്. അപ്പോൾ ഇത് വിലാപയാത്ര തുടങ്ങിയ പോലീസിന് ഇതേപോലെ ചെറുപ്പക്കാരെ തല്ലാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? അടിക്കുന്ന വടി പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെയും മക്കൾക്ക് ഈ ആനുകൂല്യം കിട്ടുമ്പോൾ തൊട്ടി നുണയേണ്ടവനാണ് ഈ അടിക്കുന്നവരെന്ന് അടിക്കുന്നവർ ഓർക്കുന്നുണ്ട്. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയം
കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം.